ശനിയാഴ്ച രാവിലെയാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചത്. ഈ ആക്രമണം ഇവർ നടത്തിയത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖാംനയുടെ ഓഫീസിന് സമീപമാണെന്നും ഈ ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവകാശവാദം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവിടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ പ്രതികരണം ഖംനൈ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ തങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്നാണ്. എന്താണ് സത്യം? ഇറാന്റെ നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ? റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത്തരമൊരു അവകാശവാദം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ പോലും ക്രെഡിബിലിറ്റിയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് റോയിറ്റേഴ്സ്, അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മലയാളത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തക്കതായ ന്യായീകരണങ്ങളുമുണ്ട്. മേൽപ്പറഞ്ഞ അക്രമത്തിൽ ഇറാന്റെ പരമോന്നത നേതാവിന്റെ മകളും മരുമകനും പേരക്കുട്ടിയും ഒരു മകനും ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിച്ച കാര്യമാണ്. എന്നാൽ ഇത്തരമൊരു യുദ്ധ സാഹചര്യം ഉണ്ടായിരിക്കെ, ഏത് നിമിഷത്തിലും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരിക്കെ, ഇത്രയും സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇറാന്റെ പരമോന്നത നേതാവ് എങ്ങനെയാണ് കഴിച്ചുകൂട്ടുന്നതെന്നും അദ്ദേഹം മറ്റൊരു ഇടത്തേക്ക് മാറാൻ, സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ് ഇതിന് എതിരായി വരുന്ന ചില വാദങ്ങളിൽ പറയുന്നത്. അവര് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യം ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് തന്നെ നിമിഷങ്ങൾക്കകം തിരിച്ചടി ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അത്രത്തോളം യുദ്ധത്തിന് ആ രാജ്യം പ്രിപ്പയർ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം എല്ലാ മുൻകരുതലുകളും യുദ്ധവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന ഇറാൻ എങ്ങനെയാണ് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനൈ ഒരു സേഫ് അല്ലാത്ത സ്ഥലത്ത് ഉണ്ടാകുകയും തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ ചോദിക്കുന്നത്. എന്തായാലും മരണം ഇതുവരെ ഔദ്യോഗികമായി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിൽ അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഒരു മകനും ഒരു പേരക്കുട്ടിയും ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ആയത്തുള്ള അലി ഖാംനൈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു ഇറാൻ വൃത്തങ്ങൾ ഇതുവരെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇത്രയും സമയമായിട്ട് പോലും അങ്ങനെ ഒരു വീഡിയോ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം ഇറാന്റെ പ്രതികരണം ഗൾഫ് മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് പോലുള്ള കേരളത്തിലെ 3 എയർപോർട്ടുകളിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി എല്ലാ വിമാന കമ്പനികളും ഇതിനോടകം തന്നെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ റിയാദിലും ബഹ്റൈനിലെ മനാമയിലും അബുദാബിയിലും ദുബൈയിലും ഖത്തറിലും ജോർദാനിലും കുവൈറ്റിലും ഇതിനോടകം തന്നെ ശക്തമായ തിരിച്ചടികളാണ് അമേരിക്കൻ ബേസുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആകാശപാത എന്നത് അത്യന്തം ഗുരുതരമായിരിക്കുമെന്നും പല രാജ്യങ്ങളുടെ ആകാശപാതയും ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇതിനുള്ള മറ്റൊരു കാരണം. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അവർ ഇപ്പോഴും പറയുന്നത് ആയത്തുള്ള അലി ഖാംനൈ സേഫ് ആണ്, അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒന്നും, ജീവഹാനി പോലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ ചില മീഡിയകൾ യുദ്ധത്തിനെ അടിസ്ഥാനമാക്കി വാസ്തവവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ബുർജ് ഖലീഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ലോക ബ്ലണ്ടറുകൾ ഉത്തരവാദിത്തപ്പെട്ട ചാനലുകൾ പോലും മലയാളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. മലയാളത്തിൽ മാത്രമല്ല, ഇന്റർനാഷണലി അക്ലൈംഡ് ആയ പല ചാനലുകളും വാസ്തവവിരുദ്ധമായ പല കാര്യങ്ങളുമാണ് പുറത്തേക്ക് വിടുന്നത്. അല്പമെങ്കിലും വിശ്വസിക്കാവുന്നത് റോയിറ്റേഴ്സും അൽ ജസീറ ഇംഗ്ലീഷും മലയാളത്തിൽ നിന്നാണെങ്കിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടുകളും മാത്രമാണെന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ നിരവധി സഹോദരന്മാരാണ് ഈ രാജ്യങ്ങളിലൊക്കെ പലവിധ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെയൊക്കെ സുരക്ഷ അതിപ്രധാനമാണ്. ജോലി സ്ഥിരതയും തന്നെയാണ് നമ്മുടെ എക്കോണമി തളരാതെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. ഏതായാലും പത്രത്തിൽ തന്നെ ആവട്ടെ, അനിഷ്ടകരമായ, നമ്മളെ ഗുരുതരമായി ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് മേഖലയിൽ സമാധാനം പുലരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തകർത്തെ.